Hello, good afternoon. Welcome to my YouTube channel. Today's video, another video. Change is essential for success. ജീവിത വിജയത്തിന് മാറ്റം അനിവാര്യമാണ്. ആ ഒരു അറിവ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പം നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ജീവിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിത വിജയങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ തയ്യാറാകണം. അപ്പം ആ സെയിം ലെവലിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ റിസൾട്ടും സെയിം ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഡിഫറൻറ്റ് റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ജീവിക്കാൻ ഒക്കത്തില്ല, അങ്ങനെ സംഭവിക്കില്ല. അപ്പം ജീവിത വിജയത്തിന്, അതാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ, ഇതാണ് ചേഞ്ച് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്. ജീവിത വിജയത്തിന് മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പം ഇതിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. മാറ്റങ്ങൾ ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റങ്ങളൊക്കെ വരാൻ പലർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും, അവർ ആ ഒരു ചേഞ്ച് ഉൾക്കൊള്ളുന്നതിന്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി, സത്യം എന്ന് പറഞ്ഞാൽ അതാണ്. എംബ്രേസിങ് ചേഞ്ച്, നമ്മൾ ചേഞ്ചിനെ, മാറ്റങ്ങളെ നമ്മൾ സ്വീകരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ ചില മാറ്റങ്ങൾ ചിലപ്പം അനിവാര്യമായിട്ട് വരും. അതിന് നമ്മൾ തയ്യാറാവുക. അപ്പം നമുക്ക് ലോകത്തിലെ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള എൻ്റർപ്രണേഴ്സ്, ബിസിനസ് പീപ്പിളിനെയൊക്കെ നമുക്കറിയാം. പക്ഷെ അവരുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ സക്സസിൻ്റെ ജേർണിയിൽ അവർ പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്ട്രെയിറ്റ് അവേ ആർക്കും അങ്ങനെ ജീവിതത്തിൽ അപ്പം അവർ ഒരു കാര്യം ചെയ്ത് അത് പരാജയപ്പെട്ടു. പക്ഷെ അവർ അതിൽ നിന്ന് പഠിച്ചിട്ട് അതിൽ അവർ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ അവർ സെയിം രീതിയിൽ പോയാൽ അവർക്ക് വീണ്ടും പരാജയമായിരിക്കും വരുന്നത്. അപ്പോൾ അവർ പരാജയത്തിൽ നിന്ന് അവരുടെ ലേണിംഗ് പ്രോസസ്സാണത്. അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് അവർ പഠിക്കുന്നു. വീണ്ടും ചിലപ്പോൾ മിസ്റ്റേക്ക് വരുന്നെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചെറിയ മാറ്റങ്ങൾ വരുന്നു. അങ്ങനെ അവർ അതിൻ്റെ എൻഡിൽ എൻ്റെ സക്സസിൻ്റെ ഫോർമുല അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഈ പരാജയം സംഭവിക്കുന്നത്? അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് അവർ ശരിയായ ട്രാക്കിൽ കൂടെ അവർ ആ ബിസിനസ് കൊണ്ടുപോവുകയും ബിസിനസ്സിൽ അവർക്ക് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് മാറുന്നു, ആ ഒരു കാഴ്ചപ്പാട് മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവണം. നമ്മൾ കാലത്തിന് അനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങളും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ വില്ലിങ്ങും ആവണം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ സ്കില്ല് ചിലപ്പോൾ അതിന് സ്യൂട്ടായിട്ട് വരത്തില്ല. അപ്പം പുതിയ സ്കില്ലുകൾ ചിലപ്പോൾ നമ്മൾ പഠിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ചിലപ്പം ജീവിത വിജയത്തിന് പുതിയ സ്കില്ലുകൾ പഠിക്കണം. പിന്നെ ചിലപ്പം ഡിഫറൻറ്റ് പെർസ്പെക്ഷൻ മാറ്റേണ്ടി വരും. ചിന്താഗതികളിലൊക്കെ ആ മാറ്റങ്ങൾ വരുത്തണം. ഏതൊക്കെയാണ് നമ്മുടെ ജീവിത വിജയത്തിന് വിഘാതമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തണം. ഇന്നത്തെ ഈ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ടെക്നോളജിക്കലി വളരെ ഇമ്പ്രൂവ്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മളും പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയരണമെന്ന് പറയത്തില്ല. അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ പിന്നിലോട്ട് തള്ളപ്പെടും. അപ്പം ഈ അപ്ഡേഷന് അല്ലെങ്കിൽ ഈ ചേഞ്ചസിന് വിധേയമാകാൻ വിസമ്മതിക്കുന്നവർ പിന്നിലോട്ട് പോകും. അവർ
അവർക്ക് അഭിവൃദ്ധി വരത്തില്ല. അപ്പോൾ ആരൊക്കെ അതിനെ എംബ്രേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഈ കാലത്തിന് ആനുപാതികമായിട്ടുള്ള പുതിയ സ്കില്ലുകളും ഡെവലപ്മെൻറ്റുകളും വരുത്താൻ, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താൻ വില്ലിങ് ആവുന്നവരെല്ലാം ജീവിതത്തിൽ അങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും പഴയതുപോലെ കിടക്കും. ചില ബിസിനസ് മേഖലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, നല്ല രീതിയിലൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ അവർ ആ ട്രഡീഷണൽ വേ ഓഫ് ടെക്നോളജിയും മറ്റുമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ ട്രെൻഡിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താതിരിക്കുമ്പോഴത്തേക്ക് അത് ഡിസപ്പിയർ ആവും, ബിസിനസ്സുകളെല്ലാം കൊളാപ്സ് ആയി പോകും. ആ കൺസ്യൂമർ ട്രെൻഡൊക്കെ മനസ്സിലാക്കണം. ഓരോ കാലഘട്ടത്തിലും കൺസ്യൂമേഴ്സിൻ്റെ ട്രെൻഡുകൾ, അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ, കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ ഈ മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണേ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മൾ റെസിലിയൻ്റ് ആവുന്നു, നമ്മുടെ മെൻ്റൽ കരുത്ത്, മാനസികമായിട്ട് നമ്മൾ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ഉൾക്കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കുകയും അത് നമുക്ക് നമ്മളെ സെൽഫായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയും നമുക്ക് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ജീവിതത്തിൽ പലതും നമുക്ക് നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നു. അപ്പം ചേഞ്ച് എന്ന് പറയുന്നത് അതിനെ ആരും ഭയങ്കരുത്. ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് പിന്നെ നല്ല ജോബ് ക്രിയേഷൻ ചെയ്യാൻ പറ്റും. പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനൊക്കെ സഹായിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന നിലയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സക്സസ് ജീവിതം വിജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ജീവിതം പരാജയമായിരിക്കും. നമ്മൾ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന സംഗതി അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെ റിസൾട്ട് വിൽ ബി ദ സെയിം. ആ സെയിം റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ഒരു ഡിഫറൻറ്റ് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നാൽ അത് നടക്കത്തില്ല. അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പം ജസ്റ്റ് എംബ്രേസ് ചേഞ്ചസ് അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അതിനെ എംബ്രേസ് ചെയ്യുക, അതിനെ സ്വീകരിച്ച് മുന്നേറുക. അങ്ങനെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ്. അപ്പം ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇതുപോലുള്ള ഇത്തരം വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.